നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ബുദ്ധി ശരിക്കും വിമാനമല്ല റോക്കറ്റാണെന്ന് പറയേണ്ടി വരും. കാരണം എവിടെയൊക്കെയാണ് തങ്ങൾക്ക് ഇടപെടാൻ പറ്റുന്നത്, എവിടെയൊക്കെയാണ് തങ്ങളുടെ അടുത്തേക്ക് ഭൂരിപക്ഷത്തെ എത്തിക്കാൻ പറ്റുന്നത് എന്നെല്ലാം നോക്കി കണ്ടറിഞ്ഞ് ഒരു മുഴം മുന്നേറിയുകയാണ് മോദി സർക്കാർ. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ലായിരുന്നു. ജെ.ഡി.യു, ടി.ഡി.പി എന്നീ കക്ഷികളെ ചേർത്ത് സഖ്യ സർക്കാർ ഉണ്ടാക്കിയാണ് ബി.ജെ.പി ഭരണം ആരംഭിച്ചിരിക്കുന്നത്. അങ്ങനെ ജൂൺ 24-ന് 18ാം ലോക്സഭയുടെ മഴക്കാല സമ്മേളനവും തുടങ്ങി. സ്പീക്കർ തെരഞ്ഞെടുപ്പാണ് സമ്മേളനകാലത്ത് ഏറെ ശ്രദ്ധേയം. ആരാകും ലോക്സഭയുടെ അടുത്ത സ്പീക്കർ എന്നതാണ് പ്രധാന ചോദ്യം. പാർലമെന്റിലെ സുപ്രധാന പദവിയാണ് ലോക്സഭാ സ്പീക്കറുടേത്. അതുകൊണ്ട് തന്നെ ഈ പദവി വിട്ടുകൊടുക്കാൻ ബി.ജെ.പിക്ക് താൽപര്യവുമില്ല. ടി.ഡി.പിയെയും ജെ.ഡി.യുവിനെയും പിണക്കാതെ വിഷയത്തിൽ പരിഹാരത്തിന് ശ്രമിക്കുകയാണ് ബി.ജെ.പി. അതേസമയം ബി.ജെ.പിക്ക് സ്പീക്കർ പദവി കൂടി ലഭിക്കുന്നത് സഖ്യകക്ഷികൾക്കാണെങ്കിൽ ആശങ്കയുമാണ്. അതിനിടെ ഇപ്പോൾ ബി.ജെ.പി മറ്റൊരു നിർണായക നീക്കം കൂടി നടത്തിയിരിക്കുന്നു. അതാണ് ഏറ്റവും ശ്രദ്ധേയം. കാരണം നമ്മൾ ആരും ചിന്തിക്കാത്ത രീതിയിലാണ് ബി.ജെ.പിയുടെ ഇപ്പോഴത്തെ ഓരോ നീക്കങ്ങളും. പ്രത്യേകിച്ചും അമിത്ഷായുടെയും അജിത് ഡോവലിൻ്റെയും മോദിയുടെയും ഒക്കെ കുശാഗ്ര ബുദ്ധി തന്നെയാണ് ഇതിന് പിന്നിലെന്ന് പറയാം. തമിഴ്നാട്ടിലും കേരളത്തിലും അങ്ങ് ബംഗാളിലും ഉത്തരേന്ത്യയിൽ എല്ലായിടത്തും അങ്ങനെ തങ്ങൾക്ക് എവിടെയൊക്കെ ഭൂരിപക്ഷം പിടിക്കാമോ അല്ലെങ്കിൽ എവിടെയൊക്കെ തങ്ങളുടെ തന്ത്രം പ്രയോഗിക്കാമോ അവിടെയെല്ലാം ബി.ജെ.പി പയറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തിൽ ഇന്ത്യ സഖ്യത്തിൽ വിള്ളലുണ്ടാക്കാനാണ് ബി.ജെ.പിയുടെ പുതിയ നീക്കം. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകാമെന്നറിയിച്ച ബി.ജെ.പി സ്പീക്കർ സ്ഥാനാർത്ഥിക്ക് ഡി.എം.കെയുടെ പിന്തുണ തേടി. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് അർഹതപ്പെട്ടതെന്നും ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി നിൽക്കുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കി. പ്രോടേം സ്പീക്കറുടെ പാനലിൽ നിന്ന് രാവിലെ ഇന്ത്യ സഖ്യം നേതാക്കൾ പിന്മാറിയിരുന്നു. പ്രോടേം സ്പീക്കറുടെ പാനലിൽ കൊടിക്കുന്നിൽ സുരേഷ്, ടി.ആർ. ബാലു, സുദീപ് ബന്ദോപാധ്യായ എന്നീ ഇന്ത്യ സഖ്യ നേതാക്കളുടെ പേരാണ് ഉൾപ്പെടുത്തിയിരുന്നത്. സഭ തുടങ്ങുന്നതിന് മുൻപ് പിന്മാറുന്നു എന്ന് ചൂണ്ടിക്കാട്ടി കത്ത് നൽകി. പാനലിൽ നിന്ന് പിന്മാറേണ്ട എന്നായിരുന്നു തുടക്കത്തിൽ ഡി.എം.കെയുടെ നിലപാട്. സ്പീക്കർ സ്ഥാനാർത്ഥി ഉടൻ നിശ്ചയിക്കാനിരിക്കെ ഇക്കാര്യത്തിൽ ഡി.എം.കെ സർക്കാർ സമീപിച്ചു എന്നാണ് സൂചന. സ്പീക്കർ സ്ഥാനത്തേക്ക് പിന്തുണച്ചാൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകാമെന്നാണ് വാഗ്ദാനം. കോൺഗ്രസിനെ ഒഴിവാക്കാനുള്ള ഈ നീക്കത്തെ ഡി.എം.കെ അനുകൂലിച്ചില്ല എന്നാണ് വിവരം. ഡെപ്യൂട്ടി സ്പീക്കറിനായി അവകാശവാദം ഉന്നയിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകാനും സാധ്യതയുണ്ട്. 543 അംഗ ലോക്സഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 272 സീറ്റുകളാണ്. ബി.ജെ.പിക്ക് 240 അംഗങ്ങളാണുള്ളത്. ടി.ഡി.പിയുടെ 16, ജെ.ഡി.യുവിന്റെ 12 അംഗങ്ങളുടെ പിന്തുണയോടെയാണ് ബി.ജെ.പിയുടെ ഭരണം. കൂടെ ജെ.ഡി.എസ്, അപ്നദൾ, എച്ച്.എ.എം, ആർ.എൽ.ഡി തുടങ്ങി ഒട്ടേറെ ചെറുകക്ഷികളുമുണ്ട്. ജൂൺ 24 മുതൽ ജൂലൈ 3 വരെയാണ് സഭാ സമ്മേളനം നടക്കുക. ജൂൺ 26-നാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പും. പാർലമെന്റിന് 2 സഭകളാണുള്ളത്, ലോക്സഭയും രാജ്യസഭയും. രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ്. ലോക്സഭയുടേത് സ്പീക്കറും. ലോക്സഭയിലെ അംഗങ്ങൾ വോട്ട് ചെയ്താണ് സ്പീക്കറെ തിരഞ്ഞെടുക്കുക. പ്രധാനപ്പെട്ട പാർട്ടികളുടെ പ്രതിനിധികൾ സ്പീക്കർ പദവിയിലേക്ക് മത്സരിക്കും. രഹസ്യ ബാലറ്റ് വഴിയുള്ള വോട്ടെടുപ്പാണ് നടക്കുക. കൂടുതൽ വോട്ട് ലഭിക്കുന്ന വ്യക്തി സ്പീക്കറെ തിരഞ്ഞെടുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ലോക്സഭയിലെ ഏതംഗത്തിനും സ്പീക്കർ പദവിയിലേക്ക് മത്സരിക്കാവുന്നതുമാണ്.